സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു സബ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസറി പെർസെപ്ച്വൽ പ്രോസസ്സ്, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, ഇതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് വരുന്ന സെൻസേഷൻ എന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തിനാണ് സെൻസേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയായിരിക്കും? ഒന്ന് ശ്വസനം, അതേപോലെ അങ്ങനെ പിന്നെ രുചി, മണം, പിന്നെ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. സെൻസേഷൻ എന്നത് നമ്മുടെ മസ്തിഷ്കം കാഴ്ച, അതേപോലെ കേൾവി, രുചി, മണം, സ്പർശം എന്നീ 5 ഇന്ദ്രിയങ്ങളിലൂടെ പുറം ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ പുറം ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ കാഴ്ചയും കേൾവിയും രുചിയും മണവും സ്പർശനവും ഒക്കെ വഴി, അതിൽ സ്പർശനം എന്നില്ല, സ്പർശം എന്നാണുള്ളത്, സ്പർശനം എന്നാണെന്ന്. ഓക്കെ, അപ്പോൾ സെൻസേഷൻ എന്നത് നമ്മുടെ മസ്തിഷ്കം അങ്ങനെ പുറത്ത് അറിവുകൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട്. ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേക തരം ഗ്രാഹകങ്ങളുണ്ട്, അതായത് അത് റിസപ്റ്റേഴ്സ് എന്ന് പറയും. അതിനെ വലിച്ചെടുക്കുന്ന ഓരോന്നുണ്ട്. ഇവ പരിസ്ഥിതിയിലെ പ്രത്യേക ഉത്തേജകങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ന്യൂറോണൽ സന്ദേശമായി മാറ്റുന്നു. അതായത് ഞാൻ ഒരാളെ തൊട്ടാൽ, അല്ലെങ്കിൽ എന്നെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് ഇതെന്ന് പറയുക, ഗ്രാഹകം എന്ന് പറയുക. അത് മനസ്സിലാക്കുന്ന ആ ഒരു സാധനം എന്ത് ചെയ്യും? അത് ന്യൂറോണൽ സന്ദേശമായിട്ട്, അതായത് ബ്രെയിനിനുള്ള ഒരു സന്ദേശമാക്കിയിട്ട് അതിനെ കൊടുക്കുന്നു. ഈ പ്രക്രിയയെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറയുക. ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നു ഈ ഒരു പ്രക്രിയ. എന്ത് പ്രക്രിയ? ഇപ്പോൾ എന്നെ ഒരാൾ തൊട്ടു, അപ്പം ഞാൻ ആ തൊട്ടത് തിരിച്ചറിഞ്ഞ് ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്ന ബ്രെയിനിന് കൈമാറുന്ന ഈ ഒരു പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നു. ഇത് ധാരണയുടെ ആദ്യഘട്ടമാണ്. അപ്പോൾ നമ്മൾ ധാരണ എന്ന് പറയുമ്പോൾ പേഴ്സെപ്ഷൻ. ഓക്കെ, പേഴ്സെപ്ഷൻ നെക്സ്റ്റ് പറയും. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമാണ് നമ്മൾ ഈ ഒരു സെൻസേഷൻ എന്നൊരു സാധനത്തെ തിരിച്ചറിയുക എന്നുള്ളത്. ഇത് നമുക്ക് പരിസ്ഥിതിയെ അനുഭവിക്കാനും പ്രതികരിക്കാനും സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ മുഖങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്, പിന്നെ തീയിൽ നിന്നുള്ള പുക പോലുള്ള അപകടങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെ ഉദാഹരണമാണ്, ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ സംവേദനവും ധാരണയും മനഃശാസ്ത്രത്തിലെ പ്രധാന വിഷയങ്ങളാണ്. ഓക്കെ, ഈ സംവേദനം എന്ന് പറയുന്നത് സെൻസേഷനെയാണ് കേട്ടോ. സെൻസേഷനും അതേപോലെ തന്നെ ധാരണ എന്ന് പറഞ്ഞാൽ പേഴ്സെപ്ഷൻ. അപ്പോൾ സെൻസേഷനും പേഴ്സെപ്ഷനും മനഃശാസ്ത്രത്തിലെ പ്രധാന വിഷയങ്ങളാണ്. സംവേദനം എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാഴ്ച, കേൾവി, സ്പർശനം തുടങ്ങിയവ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. ധാരണ എന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മസ്തിഷ്കം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ കണ്ടു. ആ ഒരു വ്യക്തിയെ ഞാൻ കാണുന്ന സമയത്ത് അയാളെ എനിക്ക് മുന്നേ അനുഭവമുണ്ട്. അതായത് മുന്നേ അയാൾ എന്നെ ഉപദ്രവിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബ്രെയിനിൽ ഇയാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന, ഇയാളെ മനസ്സിലാക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ അയാളെ തീരെ കാണാത്ത ഒരാൾ അയാളെ കാണുമ്പോൾ ഉള്ളതും എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ ഉള്ളതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. എന്നതുപോലെ എന്ത് ചെയ്യുന്ന ഓരോരുത്തരുടെ ബ്രെയിനും നമുക്ക് എന്ത് കിട്ടി എന്നത് വ്യാഖ്യാനിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സാധനത്തെ കാണുന്നു, ആ കാണുന്ന സാധനത്തെ എന്ത് ചെയ്യുന്നു? ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് സെൻസേഷനിൽ വരിക. ഇതിനെ ബ്രെയിൻ എങ്ങനെ എടുക്കുന്നു എന്നതാണ് എന്തിൽ വരിക? പെർസെപ്ഷൻ അഥവാ ധാരണ എന്നതിൽ വരിക. ഓക്കെ, ധാരണ എന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മസ്തിഷ്കം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. പൊതുവായ സംവേദനങ്ങൾക്ക് ഉദാഹരണം നമ്മൾ പറയുമ്പോൾ സ്പർശം, വേദന, താപം എന്നിവയാണ് പൊതുവെയുള്ള സാധനങ്ങൾ. അതേസമയം കാഴ്ച, കേൾവി, രുചി, മണം എന്നിവ പ്രത്യേക ഇന്ദ്രിയങ്ങളാണ്. ഓക്കെ, നമുക്ക് പൊതുവെയുള്ള സാധനങ്ങളാണ് നമുക്ക് വേദന വരിക, പിന്നെ അതുപോലെ തന്നെ ചൂട്, സ്പർശനം ഒക്കെ അറിയുക എന്നുള്ളത്. എന്നാൽ കേൾവി, രുചി, മണമൊക്കെ നമുക്ക് പ്രത്യേക ഇന്ദ്രിയങ്ങളാണ് അല്ലേ. ഇവ മസ്തിഷ്കത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. സംവേദനവും ധാരണയും അടുത്ത ബന്ധമുള്ളവയാണെങ്കിലും സംവേദനം വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ്. അതായത് സംവേദനം, സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയും, ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ ക്രമീകരിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രക്രിയയുമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പേഴ്സെപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സെപ്ഷൻ നമ്മളിപ്പം മുകളിൽ തന്നെ പറഞ്ഞു. എന്നിരുന്നാൽ കൂടെ ധാരണ എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൽ ഉത്തേജകങ്ങളെ തിരിച്ചറിയുക, അവയുടെ സ്വഭാവം നിർണ്ണയിക്കുക, അവയെ തിരിച്ചറിയുക എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ,
കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. പരിസ്ഥിതിയിലെ ഏതെങ്കിലും ഒരു വസ്തു ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് ഇന്ദ്രിയാനുഭവം ഉണ്ടാകുന്നത്. അല്ലേ? പരിസ്ഥിതിയിൽ ഏതെങ്കിലും ഒരു വസ്തു ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് ഇന്ദ്രിയാനുഭവം ഉണ്ടാവുക. മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിമിതമായ രീതിയിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നായയുടെ ഒരു കഴിവുണ്ടല്ലോ, നായയ്ക്ക് മണക്കാൻ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ പല ജീവികൾക്കും ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതിനേക്കാളും അപ്പുറം കാണാനും അല്ലെങ്കിൽ കേൾക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. മനുഷ്യർക്ക് അതെന്താണ്, ഒരു പരിമിതമായതേ ഉള്ളൂ. അപ്പോൾ അത് കാണാനും കേൾക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. റേഡിയോ തരംഗങ്ങളോ ഇൻഫ്രാറെഡ് രശ്മികളോ പോലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ മറ്റ് ജീവികൾക്കോ ശാസ്ത്രീയ ഉപകരണങ്ങൾക്കോ കഴിയും. ഓക്കെ, അപ്പോൾ ഇൻഫ്രാറെഡ് രശ്മികളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങളൊക്കെ തിരിച്ചറിയാൻ മറ്റു ജീവികൾക്ക് കഴിയുമെന്നുണ്ടെങ്കിലും ആർക്ക് കഴിയില്ല? മനുഷ്യർക്ക് അതിന് കഴിയില്ല. ഓക്കെ, പിന്നെ മനുഷ്യർക്ക് തങ്ങളുടെ ചുറ്റുപാടുകൾ പൂർണ്ണമായി തിരിച്ചറിയാനോ ധരിക്കാനോ കഴിയില്ല. അപ്പോൾ മനുഷ്യർക്ക് മൊത്തം ചുറ്റുപാടിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല, കാരണം മനുഷ്യേന്ദ്രിയങ്ങൾ പരിമിതികളുണ്ട്. ഓക്കെ, ഉത്തേജകങ്ങളെ തിരിച്ചറിയുന്ന കോശങ്ങളായ സംവേദനഗ്രാഹങ്ങൾ, അതായത് ഉത്തേജകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെന്നെ തൊട്ടു അല്ലെങ്കിൽ ഒരാളെന്നെ അടിച്ചു, അത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു സാധനം കണ്ടു, ആ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിന് ഉത്തേജകം എന്ന് പറയും. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ട് അത് തിരിച്ചറിയുന്ന ഒരു കോശങ്ങളായി അറിയപ്പെടുന്ന ഏതാണ്? സംവേദനഗ്രാഹകങ്ങൾ, അതായത് ഡിറ്റക്റ്റ് സ്റ്റിമുലി എന്ന് പറയും. ഇതെന്ത് ചെയ്യുന്നുള്ള പരിസ്ഥിതിയിൽ നിന്നുള്ള വിവരങ്ങൾ നിരന്തരം ശേഖരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതാണ് പരിസ്ഥിതിയിൽ നിന്നുള്ള വിവരങ്ങൾ സ്വീകരിക്കുക. എന്നിട്ടോ, എന്നാൽ ഈ വിവരങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നുവെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും നിർണ്ണയിക്കുന്നത് ധാരണയാണ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇത് നമ്മുടെ ലോകവുമായുള്ള ഇടപെടലിനെ രൂപപ്പെടുത്തുന്നുണ്ട്. ധാരണയിൽ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്, അതായത് സംവേദന ഡാറ്റയിൽ നിന്ന് ധാരണ രൂപപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിറ്റക്റ്റ് സ്റ്റിമുലിയിൽ നിന്നും നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയും. ഓക്കെ, ധാരണയിലുള്ള ഒരു 2 ഘടകങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്നുള്ളതുണ്ട്. അതായത് നമ്മുടെ ജ്ഞാനങ്ങൾ, അനുഭവങ്ങൾ, ചിന്തകൾ എന്നിവയെ ധാരണയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെൻസേഷനിലൂടെ കിട്ടുന്ന ധാരണകൾ. ഓക്കെ, അത് നമ്മൾ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അറിവുകളിൽ നിന്ന്, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കുക, അത് വേറെ. അതെന്തെന്ന് പറയും? അതിന് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ 2 പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെമ്മറി എന്നുള്ളത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ഓർമ്മ എന്നത് വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് സംഭരിച്ച് വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓർമ്മ ഉണ്ടാവുക? നമ്മളൊരു കാര്യം ആദ്യം അറിയണം, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ തിരിച്ചറിഞ്ഞിട്ട് അത് പിന്നെ കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് ബ്രെയിനിൽ വെക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതിനെ റിട്രീവ് ചെയ്യാന്ന് പറയും. അതായത് അതിനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ വിവരങ്ങളെ ഓർമ്മയിൽ രേഖപ്പെടുത്തൽ, അതായത് ഈ വിവരങ്ങൾ ഓർമ്മയിൽ രേഖപ്പെടുത്തുക എന്നുള്ളതിനെ എൻകോഡിംഗ് എന്ന് പറയും. അത് ഈ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശക്തിപ്പെടുത്തൽ, അതിനെ കൺസോളിഡേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വിവരം എൻകോഡ് ചെയ്തു, അതായത് ബ്രെയിനിൽ നമ്മളൊരു സാധനം സ്റ്റോർ ചെയ്തു അല്ലെങ്കിൽ എൻകോഡ് ചെയ്തു, ആ ഒരു വിവരം രേഖപ്പെടുത്തി, പിന്നെ അതിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തുന്നതിനെ കൺസോളിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും അതിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടാകും. എന്നിട്ട് ഈ 2 സാധനം കൂടി കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം എൻകോഡിങ് കഴിയും, അതായത് രേഖപ്പെടുത്തും, പിന്നെ അതിനെ കൺസോളിഡേറ്റ് ചെയ്യും, അതായത് അതിനൊന്ന് ഉറപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഈ സംഭരിച്ച വിവരങ്ങൾ പിന്നീട് ആവശ്യാനുസരണം തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓർമ്മ തിരിച്ചെടുക്കൽ. അപ്പോൾ എന്താണ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എൻകോഡ് ചെയ്യും, ഒരു കാര്യത്തെ നമ്മൾ രേഖപ്പെടുത്തും, അതിനുശേഷം അതിനൊന്നും കൂടി ശക്തിപ്പെടുത്തുന്നതിന് കൺസോളിഡേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 പ്രക്രിയയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യമാകുന്ന സമയത്ത് ഓർമ്മയിൽ നിന്നും അതിനെ വീണ്ടും റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഒന്നും കൂടി എടുക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ്, വീണ്ടെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? മെമ്മറി എന്ന് പറയുക. ഓക്കെ, ഓർമ്മയെ ഒരു ഫയൽ ക്യാബിനറ്റുമായി ഉപമിക്കാം. എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ ദീർഘകാല ഓർമ്മകൾ, അതായത് ലോങ് ടൈം, LTM എന്ന് കൊടുത്തത് അതാണ്, ലോങ് ടൈം മെമ്മറി, ദീർഘകാല ഓർമ്മ. അതിൻ്റെ വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ലോങ് ടൈം മെമ്മറിക്കുള്ള സ്ഥലം ഉണ്ടാകും, അതേസമയം ഹ്രസ്വകാല ഓർമ്മയുടെ ഒരു രൂപമായ വർക്കിംഗ് മെമ്മറി, ഓക്കെ, അതുണ്ടാകും. തൽക്ഷണമായ വിവരങ്ങൾ തിരിച്ചെടുക്കാനും പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ 2 തരത്തിലുള്ള മെയിനായിട്ട് 2 തരത്തിലുള്ള മെമ്മറികളുണ്ട്. ലോങ് ടൈമും ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ഇങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി കഴിയുന്ന മെമ്മറിയാണ്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആണ്. ഹ്രസ്വകാല എന്ന് പറയുന്നത് അതിനാണ്. ഷോർട്ട് ടൈം മെമ്മറിയാണ്, അത് കുറച്ച് കാലത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു മെമ്മറിയിൽ വന്നിട്ടുള്ള ഒരു പഠനമാണ് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി എന്നുള്ളൊരു സാധനം. ഓക്കെ, അത് 1968 അനുസരിച്ച്
അതായത് 1968 എന്താണ് മൂപ്പര് ഈ തിയറി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ അനുസരിച്ച് ഓർമ്മ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യം ഏതായിരിക്കും? സംവേദന ഓർമ്മയിൽ, അതായത് സെൻസറി മെമ്മറിയിൽ ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. അറ്റ്കിൻസൺ ഷിഫ്രിൻ്റെ സെൻസറി മെമ്മറിയിൽ എന്ത് ചെയ്യും? സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് അത് സൂക്ഷിക്കപ്പെടുന്നു. പിന്നെ എന്ത് ചെയ്യും? തുടർന്ന് ഹ്രസ്വകാല ഓർമ്മയിൽ. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിക്ക് മുന്നേ ആയിട്ട് സെൻസറി മെമ്മറി ഉണ്ട്. സെൻസറി മെമ്മറിയിൽ നിന്ന് പിന്നെ എത്ര മുതൽ? 15 മുതൽ ഏകദേശം 15 സെക്കൻഡ് വരെ വിവരങ്ങൾ സംഭരിക്കപ്പെടുന്നു. വെറും 15 മുതൽ 20 സെക്കൻഡ് വരെ മാത്രം ഷോർട്ട് ടൈം മെമ്മറിയിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിക്കപ്പെടുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ദീർഘകാല ഓർമ്മയിൽ, ലോങ് ടൈം മെമ്മറിയിൽ വളരെ വലിയ അളവിൽ വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ആദ്യം സംവേദന ഓർമ്മയിലേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള വിവരങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? സംവേദനത്തിൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നു. പിന്നെ സംവേദന ഓർമ്മയിൽ വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യം സംവേദന ഓർമ്മയിലേക്ക് എത്തുന്നു. പിന്നെ സംവേദന ഓർമ്മയിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു. തുടർന്ന് അത് അപ്രത്യക്ഷമാകുന്നു. ഹ്രസ്വകാല ഓർമ്മ ഏകദേശം 15 മുതൽ 20 സെക്കൻഡ് മാത്രം കേട്ടോ. എത്ര മുതൽ? 15 മുതൽ 20 സെക്കൻഡ് വരെ വിവരങ്ങൾ സൂക്ഷിക്കുന്നു. ഓക്കെ. ദീർഘകാല ഓർമ്മ പിന്നെ അപ്പോൾ ഷോർട്ട് ടൈം കഴിഞ്ഞാൽ പിന്നെ ലോങ് ടൈമിലേക്കാണ് പോവുക. ഷോർട്ട് ടൈമിൽ വെറും 15 മുതൽ 20 സെക്കൻഡ് വരെ മാത്രമാണ് ഉണ്ടാകുക. പിന്നെ എന്ത് ചെയ്യും? ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. അതെങ്ങനെയായിരിക്കും? ഏതെങ്കിലും സമയപരിധി ഇല്ലാതെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ദീർഘകാല ഓർമ്മയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് പിന്നെ നേരെ ലോങ് ടൈമിലേക്ക് പോകും. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര ചെയ്യും? അതിന് സമയപരിധി ഒന്നും ഉണ്ടാവില്ല. ഏത് കാലത്ത് നമുക്ക് തിരിച്ചു കിട്ടാവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് മെമ്മറി 3 തരത്തിലുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് സെൻസറി മെമ്മറി, പിന്നെ ഷോർട്ട് ടൈം മെമ്മറി, പിന്നെ ലോങ് ടൈം മെമ്മറി. ഓക്കെ. ഇനി ഈ ലോങ് ടൈം മെമ്മറിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ ലോങ് ടൈം മെമ്മറിയെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി കഴിയും. ഒന്ന് ഇംപ്ലിസിറ്റ് മെമ്മറിയും എക്സ്പ്ലിസിറ്റ് മെമ്മറിയും. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ അദൃശ്യ ഓർമ്മ, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ? നമുക്ക് പ്രഖ്യാപിതമായിട്ടുള്ള ഓർമ്മ. നമുക്ക് ഓക്കെ, അത് എന്താണെന്ന് പറയാം. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബോധപൂർവമായ ശ്രമവും ഇല്ലാതെ നേടിയ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഓർമ്മയാണത്. ഓക്കെ. രണ്ടാമത്തെ, വസ്തുക്കളും സംഭവങ്ങളും പോലുള്ള ബോധപൂർവം ഓർമ്മിക്കുന്ന വിവരങ്ങൾക്കാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാം. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എടുത്തിട്ട് നമ്മൾ യാതൊരു ശ്രമവും ഇല്ലാതെ നമ്മൾ ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോന്നും നമ്മൾ ഓർത്തെടുത്ത് മനഃപൂർവ്വം ഓർമ്മിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, അതിനെയാണ് പറയുക. പിന്നെ ദീർഘകാല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോങ് ടൈം മെമ്മറിയുടെ ആ ഒരു പ്രക്രിയകളിൽ എൻകോഡിങ്, വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സാധനം. പിന്നെ കൺസോൾട്ടേഷൻ, അതായത് വിവരങ്ങൾ സ്ഥിരീകരിക്കൽ. ഇത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം അറ്റ്കിൻസൺ ഷിഫ്രിൻ കൊണ്ടുവന്നാന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിന് സ്റ്റോറിങ്, വിവരങ്ങൾ സംഭരിച്ചു വയ്ക്കുക. പിന്നെ തിരിച്ചെടുക്കൽ, അതിനാവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കുക എന്നിവയൊക്കെ ഈ ഒരു ലോങ് ടൈം മെമ്മറിയുടെ പ്രോസസ്സിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ഓക്കെ. നമ്മളിപ്പോൾ അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ചിലപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുക, എന്നിട്ടത് ഓർത്ത് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. എന്നാൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെറുപ്പത്തിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഓർത്ത് വയ്ക്കണമെന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് അനുസരിച്ച് ഒരു പട്ടികയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇനങ്ങളാണ് മധ്യത്തിലുള്ളവയേക്കാൾ നന്നായി ഓർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇനി മെമ്മറിയുടെ വേറൊരു തിയറി പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ച് ഒരു പട്ടികയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇനങ്ങളാണ് മധ്യത്തിലുള്ളവയേക്കാൾ നന്നായി ഓർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്കൊരു പട്ടിക തന്നു. ആ പട്ടികയിൽ ഇപ്പോൾ കുറേ സാധനങ്ങളുടെ പേര് എഴുതി. ഇപ്പോൾ കടയിൽ നിന്ന് പലചരക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ എഴുതി വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി തുടങ്ങി തക്കാളി വാങ്ങണം, അത് വാങ്ങണം, പരിപ്പ് വാങ്ങണം, ഇങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് വരെ ഒരു 50 ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. 50 സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ലിസ്റ്റിലെ ആദ്യത്തെ കുറച്ചും അവസാനത്തെ കുറച്ചുമാണ് ഓർമ്മിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ പറയുന്ന ഒരു തിയറിയാണ് സീരിയൽ പൊസിഷൻ ഇഫക്റ്റ് എന്ന് പറയും. ഇതനുസരിച്ച് ഒരു പട്ടികയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇനങ്ങളാണ് മധ്യത്തിലുള്ളവയേക്കാൾ നന്നായി ഓർമ്മിക്കപ്പെടുന്നത്. ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ ഇനങ്ങൾ ദീർഘകാല ഓർമ്മയിലേക്ക് ആവർത്തിച്ച് പഠിക്കപ്പെടുന്നതിനാലും അവസാനത്തെ ഇനങ്ങൾ ഹ്രസ്വകാല ഓർമ്മയിൽ നിലനിൽക്കുന്നതിനാലുമാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ സാധനങ്ങൾ നമ്മൾ കുറേ ഇങ്ങനെ പറയുമ്പോൾ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. പിന്നെ ഈ അവസാനത്തെ സാധനങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് രണ്ടും ഓർമ്മിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ.
പ്രോസസ്സിങ്ങിൻ്റെ തലങ്ങളെക്കുറിച്ച് സിദ്ധാന്തം അനുസരിച്ച് വിവരങ്ങൾ എത്രത്തോളം ആഴത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുവോ അത്രത്തോളം നന്നായി ഓർമ്മിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്തിട്ട് ചിലത് നമ്മളിങ്ങനെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ചില കവിതകളൊക്കെ ഇങ്ങനെ കുറേ ആവർത്തിച്ച് പഠിക്കുമ്പോൾ ആ കവിതകൾ ഇപ്പോഴും ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകാം, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അപ്പോൾ അതാണ്, അത് എത്രത്തോളം ആവർത്തിക്കപ്പെടുന്നു അത്രത്തോളം അത് ഓർമ്മിക്കപ്പെടും. അർത്ഥത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ ആഴത്തിലുള്ള പ്രോസസ്സിങ് സംഭവിക്കുകയും അത് മികച്ച ഓർമ്മശക്തിക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പ്രക്രിയകളൊക്കെയാണ് അതിൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് ലോങ് ടൈം മെമ്മറി എന്ന് മനസ്സിലായി, ഷോർട്ട് ടൈം മെമ്മറി എന്താണെന്ന് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻസറി പറഞ്ഞു, പെർസെപ്ഷൻ പറഞ്ഞു, മെമ്മറി പറഞ്ഞു. ഇനി അടുത്തതായിട്ട് സബ് ചാപ്റ്ററായിട്ട് വരുന്നതാണ് 2.3 ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ്, ലേണിംഗ്, തിങ്കിങ്, മോട്ടിവേഷൻ എന്നുള്ളൊരു സാധനം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഒരു ജനറലായിട്ട് എന്താണ് ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് നമുക്ക് നോക്കാം. അതായത് ജ്ഞാനതത്വശാസ്ത്രം എന്നാണ് ഇതിന് പറയുക. അതായത് അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്നത് മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ്. അപ്പോൾ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. മനുഷ്യ ചിന്ത, വികാരം, സർഗാത്മകത, ഭാഷ, പ്രശ്നപരിഹാരം അതായത് പ്രോബ്ലം സോൾവിങ് തുടങ്ങിയവ തമ്മിലുള്ള ഇടപെടലുകൾ പഠിക്കുന്നതിലൂടെ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഈ ശാഖ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, എന്താണ് ഈ സാധനം ഉദ്ദേശിക്കുന്നത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണിത്. മനുഷ്യ ചിന്ത, അതേപോലെ വികാരം, അവൻ്റെ സർഗാത്മകതയും ഭാഷയും അവൻ്റെ പ്രോബ്ലം സോൾവിങ് തുടങ്ങിയ തമ്മിലുള്ള ഇടപെടലുകൾ പഠിക്കുന്നത് വഴി മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇങ്ങനെ ഇതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ തരത്തിലുള്ള ചിന്തകളൊക്കെ പഠിക്കുന്നു. അത് അവൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാഖയ്ക്കാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുക. ജ്ഞാനതത്വശാസ്ത്രജ്ഞർ വിവിധ തരം ബുദ്ധികൾ നിർവചിക്കുകയും അളക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് പ്രശ്നപരിഹാരത്തിൽ മികവ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ചിലർ നല്ല പ്രോബ്ലം സോൾവിങ്ങിന് നല്ല കഴിവുണ്ടാകും, എന്നാലോ അയാൾക്ക് ചില കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, ചിലപ്പോൾ ഭാഷ സെറ്റായിരിക്കില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അയാൾക്ക് ഇതിൽ കഴിവുണ്ടല്ലോ, അതിലെന്തുകൊണ്ട് കഴിവില്ല എന്നൊക്കെ പഠിക്കുക. ചിലർക്ക് പ്രശ്നപരിഹാരത്തിൽ അത് പറഞ്ഞു. പിന്നെ വൈകാരിക ബുദ്ധി ജോലിയിലെ വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നിവ പോലുള്ള നിരവധി വിഷയങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ജ്ഞാനപ്രക്രിയകൾ എന്നത് പഠനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയകളാണ്. ജ്ഞാനം എന്നത് നമ്മുടെ ചിന്തകൾ, അനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ അറിവ് നേടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ മനസ്സിലാക്കി വയ്ക്കുക. ഇനിയും കോഗ്നിറ്റീവ് പ്രോസസ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു സാധനമാണ് ലേണിംഗ്. ഓക്കെ, തിങ്കിങ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലേണിംഗ് ആണ്. പഠനം എന്നത് അനുഭവം, പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ വഴി അറിവ്, കഴിവുകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ നേടുന്ന പ്രക്രിയയാണ്. അപ്പോൾ പഠനം എന്നത് നമ്മുടെ അനുഭവങ്ങൾ വഴിയോ അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ വഴി അറിവ് കിട്ടുക, കഴിവുകൾ കിട്ടുക, അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ നേടുന്ന ഒരു പ്രക്രിയക്കാണെന്ന് പറയുക ലേണിംഗ് എന്ന് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാലം നമ്മൾ താമസിച്ച ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്താണ് വിചാരിക്കുക. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു, അവൻ്റെ ഡിഗ്രിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ നാട്ടിലേക്ക് വന്നു, ടൗണിലേക്ക് വന്നു. അപ്പോൾ അവന് വരുന്ന കുറേ മാറ്റങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ കൾച്ചർ മാറും, അങ്ങനെ കുറേ കാര്യങ്ങൾ, അവൻ്റെ കഴിവുകൾ മാറും, അവൻ്റെ പെരുമാറ്റങ്ങളൊക്കെ മാറും. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു കാര്യത്തെയും നമ്മൾ പഠിക്കൽ എന്നാണ് അതിന് പറയുക. ലേണിംഗ് എന്നുള്ളത് വെറും പുസ്തകം നോക്കി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെ ലേണിംഗ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ജ്ഞാനപ്രക്രിയകൾ പഠനത്തിന് അടിസ്ഥാനമായതിനാൽ ജ്ഞാനപ്രക്രിയ എന്നുള്ളത് പഠനത്തിന് അടിസ്ഥാനമായതിനാൽ പഠനത്തിൽ ജ്ഞാനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞർ അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന പെരുമാറ്റത്തിൽ താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനമെന്ന് നിർവചിക്കുന്നത്. എന്താണ്? മനഃശാസ്ത്രജ്ഞർ അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന പെരുമാറ്റത്തിലെ താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനമെന്ന് നിർവചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ ബി വാട്സൺ എല്ലാ പെരുമാറ്റങ്ങളും പഠനത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ചു. അപ്പോൾ എല്ലാ പെരുമാറ്റങ്ങളും എന്താണ്? പഠനം വഴി ഉണ്ടാകുന്നതാണെന്നാണ് ജോൺ ബി വാട്സൺ പറഞ്ഞത്. മനഃശാസ്ത്രം, വിദ്യാശാസ്ത്രം അതേപോലെ തുടങ്ങിയ മേഖലകൾ പഠന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വാർക്ക് മോഡൽ പ്രകാരം ദൃശ്യം, ശ്രവണം, വായന, എഴുത്ത്, പിന്നെ കൈനസ്തെറ്റിക് എന്നിവ പ്രധാനമായ 4 പഠനശൈലികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതൊരു വാർക്ക് മോഡൽ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഏതൊക്കെ വരും, ദൃശ്യം, അതേപോലെ തന്നെ ശ്രവണം എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളുടെയും പരിശീലനത്തിൻ്റെയും ഫലമായി പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനം എന്ന് പറയുന്നത്. എങ്ങനെ അനുഭവങ്ങളിലൂടെ പരിശീലനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന താരതമ്യേന ശാശ്വതമായ മാറ്റത്തെയാണ് പഠനം എന്ന് പറയുന്നത്. തയ്യാറെടുപ്പ്, ഓക്കെ, റെഡിനെസ്, പിന്നെ എക്സസൈസ്, അതിലുള്ള അഭ്യാസം, പിന്നെ ഫലപ്രാപ്തി, അതിൻ്റെ എഫക്റ്റ്, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറി, പിന്നെ പുതുമ, റിസൻസി, തീവ്രത, ഇൻറ്റൻസിറ്റി, സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നിവ പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പ്രധാന തത്വങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അതിൽ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇനി 2 തരത്തിലുള്ള ലേണിംഗ് ഉണ്ട്. അതായത് അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു വസ്തുവിനെ കുറിച്ച് പഠിച്ചു, അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാധനം പഠിച്ചത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാനൊരു സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഞാനിപ്പോൾ ഒരു ചാരുകസേരയിൽ ഇരുന്നിട്ടാണ് അത് പഠിക്കുന്നത്. എൻ്റെ കയ്യിൽ ആ സമയത്ത് വേറൊരാളും കൂടെ ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് ഞാൻ ആ സാധനം പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി ഞാൻ ഓർത്തെടുക്കുക, അങ്ങനെ പഠിക്കുന്നതിനാണ് അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു സാധനം പഠിച്ചത് വഴി വേറെ ഒന്നും കൂടി കിട്ടുക, അതിനാണ് പറയുക. അതായത് 2 അതിലധികമോ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണിത്. നിരീക്ഷണ പഠനം എന്നിവയാണ് പ്രധാന പഠന രീതികൾ. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് 2 അതിലധികമോ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇത് പറയുക. ഉദാഹരണത്തിന് കണ്ടീഷനിങ് എന്നത് നിരീക്ഷണ പഠനം ഒക്കെ ഇതിൻ്റെ പ്രധാന പഠന രീതികളാണ്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയോ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയോ ചെയ്യാതെ സംഭവിക്കുന്ന പഠനത്തെ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയോ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയോ ചെയ്യാതെ സംഭവിക്കുന്ന പഠനത്തെ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ അസോസിയേറ്റീവ് ലേണിംഗ് ഉണ്ട്, നോൺ അസോസിയേറ്റീവ് ലേണിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിങ്കിങ് നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറയാം കേട്ടോ.